സ്നേഹമുള്ളവരെയും, ദൈവം നമ്മോടുകൂടെ, എമ്മാനുവേൽ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരിലും വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കുരിശ് വരയ്ക്കുന്നത്. കുരിശ് വരയ്ക്കുന്നു എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നത് പിതാവ് നമ്മുടെ കൂടെയുണ്ട്, പിതാവ് പുത്രൻ നമുക്ക് വേണ്ടി അയച്ചു, ആ പുത്രൻ നമ്മുടെ കൂടെയുണ്ട്, ആ പുത്രൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ജീവിതത്തെ മാറ്റുന്നു. ഇടത്തേതിനനുസരിച്ചിട്ടുള്ള ജീവിത രീതിയിൽ നിന്നും വലത്തേതിലേക്ക് മാറ്റി നമ്മൾ ദൈവം മക്കളായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ വലതുവശത്ത് തന്നെ നിൽക്കും അന്ത്യവിധി സമയത്തും. സ്നേഹമുള്ളവരെയും, നമ്മളുടെ ജീവിതത്തിൽ ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരറിവ്. നമ്മളുടെ നാട്ടിലും വീട്ടിലും റബ്ബറും തെങ്ങും കവുങ്ങും ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. അതിൻ്റെ എല്ലാം ശ്രദ്ധയിലായിരിക്കാം നമ്മൾ. രാവിലെ എഴുന്നേറ്റാൽ ആ റബ്ബർ വെട്ടണ്ടേ, അങ്ങോട്ട് ഓടണു, തെങ്ങിന് വളവിടണ്ടേ, അങ്ങോട്ട് ഓടണു. എന്നാൽ അതിനെല്ലാം മുമ്പ് ഈ റബ്ബറിൻ്റെയും തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെയും പച്ചക്കറികളുടെയും എല്ലാം സൃഷ്ടാവായ ദൈവം നമ്മളിൽ വസിക്കുന്നു എന്ന ഈ രഹസ്യത്തെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ദൈവത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവ ചൈതന്യം തുളുമ്പും. അതുകൊണ്ടാണ് രാവിലെ തന്നെ എഴുന്നേറ്റാൽ ആദ്യം ജോലി തിരക്കിലേക്ക് ഓടാതെ അല്പസമയം ആ കിടക്കയിൽ തന്നെ ഇരുന്നോ, അതിൻ്റെ അടുത്ത് മുട്ടുകുത്തിയോ, അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ വന്നോ ദൈവോർമ്മ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ത്രിത്വൈക ദൈവത്തെ നമുക്ക് ആരാധിച്ചുകൊണ്ട് ആ ത്രിത്വൈക ദൈവം നമ്മളിലേക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മിൽ നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. ആ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ ജ്ഞാനം നമ്മളിൽ നിറയുമ്പോൾ അന്നത്തെ ദിവസം വളരെ മനോഹരമായിട്ട് നീങ്ങും. നമ്മൾ മാതാപിതാക്കൾ, പ്രത്യേകിച്ചും മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ വെള്ളമടിച്ചു കഴിഞ്ഞാൽ എല്ലാ മുറികളിലും വെള്ളം കിട്ടും എന്ന പോലെ മാതാപിതാക്കൾ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരിലേക്കും ആ പ്രാർത്ഥനയുടെ ഫലം നിറയും. പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനവും സ്നേഹവും നമ്മളിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും അവരുടെ കുഞ്ഞുങ്ങളിലും നിറയുന്നു എന്ന ഒരു രഹസ്യം യെശയ്യാ പ്രവചനത്തിൽ 59 അധ്യായത്തിൽ 21 വചനം പറയുന്നു. ഇതാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരത്തിൽ ഞാൻ നിവേശിപ്പിച്ച വചനങ്ങളും നിന്നിൽ നിന്നോ നിന്റെ മക്കളിൽ നിന്നോ അവരുടെ മക്കളിൽ നിന്നോ ഒരിക്കലും അകന്നു പോകയില്ല. പ്രൈസ് ദ ലോർഡ്. കർത്താവാണ് അരുളിച്ചത് എന്ന് പറഞ്ഞാൽ ഇതിന് യാതൊരു മാറ്റവുമില്ല. മാതാപിതാക്കളായ നമ്മൾ ഇതങ്ങ് വിശ്വസിച്ചുകൊണ്ട് രാവിലെ തന്നെ കുറച്ച് സമയം പരിശുദ്ധാത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയും ചെയ്തു കഴിയുമ്പോൾ ഇത് നമ്മുടെ ടാങ്കിൽ വെള്ളമടിച്ച പോലെ നമ്മളുടെ ഹൃദയത്തിൽ ഇത് നിറഞ്ഞാൽ അതിൻ്റേതായ ഒരു വിശേഷം ഇതാണ്: ഒരു പ്രസരണ ശക്തി. നമ്മളിൽ ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവും നമ്മളിൽ ദൈവം നൽകുന്ന വചനവും നമുക്ക് മാത്രമായിട്ടുള്ളതല്ല,
അത് നമ്മുടെ മക്കളിലേക്ക് പ്രസരിക്കും. ഇതാണ് ഭാവിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ കുടുംബങ്ങൾ നവീകരിക്കുന്നതിനും നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിനും നമ്മുടെ കുഞ്ഞുമക്കളിലേക്ക് ദൈവാരൂപി പ്രസരിക്കുന്നതിനുമുള്ള ഏറ്റവും പ്രധാനമായൊരു വഴി. അതുകൊണ്ടാണ് ഈശോ തന്നെ പറഞ്ഞത്, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടാണ്. പ്രൈസ് ദ ലോർഡ്. എന്താണ് പറഞ്ഞത്? ദൈവം അരുളി ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനത്തിൽ ഈശോ പറയുകയാണ്. ഈശോ ഇത് പറയുന്നതിൽ വളരെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അത് നിയമാവർത്തന ഗ്രന്ഥത്തിൽ 8-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനമാണ്. ഇത് പറയുന്നത് ആരോടാ? ഇത് പറയുന്നത് പിശാചിനോടാണ് പറയുന്നത്. അത് കേട്ട വഴി പിശാച് ഓടി. അപ്പോൾ പിശാചിനെ അകറ്റുന്ന ഏറ്റവും പ്രധാന ഒരു ശക്തി വചനമാണ്. എന്നാൽ ഈ വചനം മരുഭൂമിയിൽ വെച്ച് ഈശോ പിശാചിനെ ബഹിഷ്കരിക്കാൻ പറയുമ്പോൾ മരുഭൂമിയിലേക്ക് ഈശോയെ അയച്ചത് പരിശുദ്ധാത്മാവാണ്. എന്തിനാണ് പരിശുദ്ധാത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് അയക്കുന്നത്? മരുഭൂമി എന്ന് പറഞ്ഞാൽ ഈ വരണ്ട അവസ്ഥയാണ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിലെ വരണ്ട അവസ്ഥകളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, ഈശോ നമ്മളെ സഹായിക്കും. ഈ രണ്ട് സഹായവും പരിശുദ്ധാത്മാവിനെയും വചനത്തെയും നൽകിക്കൊണ്ടാണ്. നമുക്കറിയാം, ഉത്ഭവത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യങ്ങളിലെല്ലാം പറയുന്നത് അന്ധകാരാവൃതമായിരുന്ന അവസ്ഥയിൽ, വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ ദൈവം അരുളി ചെയ്തു, പ്രകാശമുണ്ടാകട്ടെ. അപ്പോൾ അന്ധകാരം മാറി, പ്രകാശം വന്നു. അന്ധകാരത്തിനോട് പോകാൻ പറഞ്ഞില്ല, പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രകാശമുണ്ടായി. വചനവും പരിശുദ്ധാത്മാവും എവിടെ ഒരുമിക്കുന്നുവോ അവിടെ പ്രകാശമുണ്ടാവും. അത് യേശുക്രിസ്തുവാണ്. മറിയത്തിൻ്റെ ഗർഭത്തിൽ പരിശുദ്ധാത്മാവും വചനവും ഒന്നിച്ചപ്പോൾ യേശു രൂപം കൊണ്ടു. എന്ന പോലെ സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെയും അല്ലാതെയും നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട്. അതിലേക്ക് യേശുവിൻ്റെ വചനം വരുമ്പോൾ, വചനവും പരിശുദ്ധാത്മാവും ഒന്നാകുമ്പോൾ നമ്മളിൽ യേശു രൂപപ്പെടുകയും ആ കരുത്താണ് ക്രിസ്ത്യാനിയുടെ ശക്തി. നമ്മളിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവും അതേ അവസ്ഥയിൽ നമ്മളിലേക്ക് ഒഴുകുന്ന വചനവും നമ്മുടെ ജീവിതത്തെ സൗഖ്യപ്പെടുത്തുന്നു, രൂപപ്പെടുത്തുന്നു, രൂപാന്തരപ്പെടുത്തുന്നു, വിശുദ്ധീകരിക്കുന്നു, ശക്തീകരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ അല്പനിമിഷം കൊണ്ട് നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഇതെല്ലാം ലഭിച്ച് കഴിഞ്ഞിരിക്കുന്നവരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അധികം താമസിയാതെ നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ബോധ്യത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഓ യേശുവേ, ഓ വചനമേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ മാത്രമല്ല, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും ഈ ശുശ്രൂഷയിലൂടെ, നവീകരണത്തിലൂടെ അവർക്ക് പുതിയ കാഴ്ചപ്പാട് നൽകണമേ. അവരുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവർക്ക് ജ്ഞാനം നൽകണമേ. വരുവിൻ, നമുക്ക് ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഈ സൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമുക്ക് നീങ്ങാം. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം, പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ,
ശാന്തി നിറയും ഹൃദയത്തിൽ. ദൈവം നമ്മോടു കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോടു കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോട് കൂടെ. മുട്ടൂത്താം. എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു. നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എല്ലാവരും കർത്താവിതാ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. ത്രിത്വൈക ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച ഈശോ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ, അങ്ങയുടെ അത്ഭുത ശക്തി പ്രപഞ്ചത്തിൽ പ്രസരിപ്പിക്കുന്ന ഈ അത്ഭുത ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരിലേക്കും എല്ലാവരിലേക്കും ലോകം മുഴുവനിലേക്കും അങ്ങയുടെ അത്ഭുത ശക്തി പ്രവഹിപ്പിക്കണമേ. ശന്തല ഹലബല ഹലബല. അങ്ങയുടെ ശക്തി രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന ശക്തി, രൂപാന്തരീകരിക്കുന്ന ശക്തി, ത്രിത്വൈക ദൈവം തന്നെ ഞങ്ങളിലെ വസിക്കുന്ന ഈ അവസരത്തിൽ ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട. നമ്മുടെ എല്ലാ ആകുലതകളും കർത്താവിന് സമർപ്പിക്കുക. ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ വ്യക്തി ജീവിതത്തിലെ പ്രയാസങ്ങൾ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, തകർച്ചകൾ, പരാജയങ്ങൾ, എല്ലാ പരാജയങ്ങളും സംഭവിക്കുന്നത് ദൈവം അറിഞ്ഞുകൊണ്ടാണ്. എല്ലാ തകർച്ചകളും സംഭവിക്കുന്നത് ദൈവം അറിഞ്ഞുകൊണ്ടാണ്. എന്നാൽ ദൈവത്തിന് തിന്മയിൽ നിന്ന് പോലും നന്മയുണ്ടാക്കാൻ കഴിയുന്ന ദൈവത്തിന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സൗഖ്യപ്പെടുത്താൻ സാധിക്കും. സൗഖ്യദായകനായ ഈശോ തന്റെ വചനത്തിലൂടെ, തന്റെ പരിശുദ്ധാത്മ ശക്തിയിലൂടെ ഇതാ ഇപ്പോൾ ഓരോരുത്തരിലും നിറയട്ടെ, ഓരോരുത്തരിലും നിറയട്ടെ, ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ, ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ, ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തട്ടെ. യേശുവിന്റെ സൗഖ്യദായക ശക്തി ഈ ദിവ്യകാരുണ്യ യേശുവിന്റെ പ്രകാശത്തിലൂടെ ഓരോ ഹൃദയത്തെയും സ്പർശിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരും വിശ്വസിക്കുക, ഈശോ സ്നേഹമാണ്, ഈശോ കരുണയാണ്. ഈശോയുടെ കരുണയും കാരുണ്യവും നമ്മിലേക്ക് ഒഴുകിക്കൊണ്ട് നമ്മിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവം
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മിൽ വസിക്കുന്നു. നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിനും പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നൽകിക്കൊണ്ട്, വചനം നമ്മിലേക്ക് നൽകിക്കൊണ്ട്, നമ്മളെയും യേശയ്യാ 59:21 പറഞ്ഞ പോലെ, ഞാൻ നിങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള എൻ്റെ ആത്മാവും എൻ്റെ വചനവും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ മക്കളിലേക്കും കുഞ്ഞുമക്കളിലേക്കും പ്രസരിക്കുമ്പോഴെല്ലാം നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നമ്മുടെ വ്യക്തിപരമായ പ്രശ്നം, കുടുംബ പ്രശ്നം, ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങൾ, ഇവയെല്ലാത്തിനെയും അകറ്റുന്ന അങ്ങയുടെ പ്രസാദവരം ഇതാ നമ്മിലേക്ക് ഒഴുകട്ടെ. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും എന്ന് പറഞ്ഞതിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ആ കർത്താവാണ് ഞങ്ങളുടെ മുമ്പിൽ വസിക്കുന്നത്. ആ കർത്താവാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആകുലതകളും മല മാറുന്ന പോലെ മാറും. ഇപ്പോൾ മാറട്ടെ. ഓരോരുത്തരിലും ആകുലതകളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും കുടുംബ പ്രശ്നങ്ങളും യേശുവിന്റെ നാമത്തിൽ മല മാറട്ടെ. പ്രശ്നങ്ങളുടെ മലം മാറട്ടെ. രോഗങ്ങളുടെ മലം മാറട്ടെ. ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹൃദയ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കിഡ്നി രോഗികൾ സൗഖ്യമാകട്ടെ. ശിരസിലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ലിവർ സിറോസിസ് സൗഖ്യമാകട്ടെ. രക്തസംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കാലിന്റെ അസ്ഥിക്കുള്ള സൗഖ്യം കിട്ടുന്നു. കാലിന്റെ അസ്ഥികളിലുള്ള തളർച്ച എടുത്ത് മാറ്റുന്നു. ഇതാ ഇപ്പോൾ അസ്ഥികൾക്ക് സൗഖ്യം കിട്ടുന്നു. രക്തധമനികൾ സൗഖ്യപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഉയർപ്പിന്റെ ശക്തി, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. സ്നേഹമുള്ളവരെയും, ഈശോ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഈശോ പിതാവിൻ്റെ വലത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഈശോ തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം നടത്തുന്നു. നമ്മൾ കേട്ടു, ഞാൻ നിങ്ങളിൽ വർഷിച്ചിരിക്കുന്ന ആത്മാവും ഞാൻ നിങ്ങളിൽ വർഷിച്ചിരിക്കുന്ന വചനവും നിങ്ങളിൽ നിന്നോ നിങ്ങളുടെ മക്കളിൽ നിന്നോ ഒരിക്കലും അകന്നു പോകുകയില്ല. ഓ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുന്നതിനും ജ്ഞാനം നിറയുന്നതിനും വചനം നിറയുന്നതും, അങ്ങനെ നമ്മളിൽ നിറഞ്ഞുകൊണ്ട് അത് നമ്മുടെ മക്കളിലും നമ്മുടെ കുഞ്ഞുമക്കളിലും, പ്രത്യേകിച്ച് ഇന്ന് ലോകത്തിനെമ്പാടും കുടുംബജീവിതത്തിലുള്ള പ്രയാസങ്ങളുടെ, പിരിമുറുക്കങ്ങളുടെ, തകർച്ചകളുടെ, വിശ്വാസരാഹിത്യത്തിൻ്റെ, യുവാക്കളിലും കുഞ്ഞുമക്കളുടെയും അവസ്ഥയിലേക്ക് അവരെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ പാടി പ്രാർത്ഥിക്കാം. ജീവജലത്തിൻ്റെ അരുവി ഒഴുകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ദൈവവചനവും പരിശുദ്ധാത്മാവും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. എല്ലാവരിലും എല്ലാ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. എല്ലാ മക്കളിലും സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ഓരോരുത്തരിലും സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ജീവജലത്തിൻ ലോകം മുഴുവനിലും ഒഴുകണമേ. ഒഴുകട്ടെ. എല്ലാ ഹൃദയവും പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കട്ടെ. ജീവജലത്തിൻ അരുവിയായി എല്ലാ ഹൃദയത്തിലും ജീവജലത്തിന്റെ അരുവി നിറയട്ടെ. എല്ലാവരും സ്നേഹാഗ്നി ജ്വാല കത്തിപ്പടരട്ടെ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. നമുക്ക് എല്ലാവർക്കും കരമുയർത്തി സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 എല്ലാവരും കരമുയർത്തി സ്തുതിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലും ലോകം മുഴുവനുമുള്ള എല്ലാ കുടുംബങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് പ്രസരിക്കട്ടെ. ഞാൻ നിങ്ങളിൽ നിക്ഷേപിച്ച വചനവും ഞാൻ നിങ്ങളിൽ നിക്ഷേപിച്ച പരിശുദ്ധാത്മാവും നിങ്ങളിൽ നിന്നോ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നോ നിങ്ങളുടെ മക്കളിൽ നിന്നോ ഒരിക്കലും അകന്നു പോകില്ല. കർത്താവാണ് തരണം ചെയ്യുന്നത്. കർത്താവാണ് തരണം ചെയ്യുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ യുവതി യുവാക്കളെ സമർപ്പിക്കുന്നു. എല്ലാ യുവതി യുവാക്കളിലും പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേകം ഉണ്ടാകട്ടെ. എല്ലാ യുവതി യുവാക്കളിലും ദൈവിക വചനം നിറയട്ടെ. എല്ലാ യുവതി യുവാക്കളിലും ദൈവജ്ഞാനം നിറയട്ടെ. എല്ലാ യുവതി യുവാക്കളിലും ദൈവ വിളി തുറക്കട്ടെ. എല്ലാ യുവതി യുവാക്കളിലും ദൈവത്തിനെ കുറിച്ചുള്ള അറിവ് നിറക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾക്ക് ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബ ജീവിതത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങളും കഷ്ടതകളും കൊണ്ട് വിഷമിക്കുന്ന, ഐക്യമില്ലാതെ സ്നേഹമില്ലാതെ വരണ്ട ഹൃദയങ്ങളായിട്ട് ജീവിക്കുന്ന അനേകം ദമ്പതിമാരുണ്ടല്ലോ. ഈശോയെ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളിനിമേൽ രണ്ടല്ല നിങ്ങൾ ഒന്നാണ്. ഓ ദൈവമേ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദമ്പതിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊന്നായി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ഈ ദിവ്യപ്രകാശം, ഈശോയുടെ കരുണയും സ്നേഹവും എല്ലാ ദമ്പതികളിലേക്കും ഒഴുകട്ടെ. ശലബല ഹലബല. ഞങ്ങൾ മധ്യസ്ഥം വഹിക്കുന്ന കർത്താവേ, അങ്ങാണ് ഏക മധ്യസ്ഥൻ. അങ്ങയുടെ ഈ പ്രസാദപരം എല്ലാ കുടുംബങ്ങളിലും സമാധാനമുണ്ടാകട്ടെ. അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്യുന്ന ഈ യേശുവിന്റെ സമാധാനം എല്ലാ ദമ്പതിമാരിലേക്കും ഒഴുകട്ടെ. അവരിൽ സമാധാനമുണ്ടാകട്ടെ. ഇന്ന് ഇപ്പോൾ ഓരോ കുടുംബവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമ്മളെല്ലാവരും കുടുംബസ്ഥരാണ്. നമ്മുടെ ഓരോ കുടുംബത്തിലും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇന്നു മുതൽ ഒരു പുതിയ സൗഖ്യമുണ്ടാകട്ടെ, 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 സമാധാനമുണ്ടാകട്ടെ, ഐക്യമുണ്ടാകട്ടെ, 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 ക്ഷമയുണ്ടാകട്ടെ, പരസ്പരം ക്ഷമിക്കാനും സ്നേഹമുണ്ടാകട്ടെ, പരസ്പരം സ്നേഹിക്കാനും പരസ്പരം അംഗീകരിക്കാനും, ആയിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ പരസ്പരം സ്വീകരിക്കാനും. ഹല്ലേലൂയ ഹല്ലേലൂയ. വരുവിൻ, നമുക്ക് സ്തുതിക്കാം. എല്ലാ ദമ്പതിമാരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. കർത്താവേ, എല്ലാ ദാമ്പത്യ ജീവിതത്തെ, കുടുംബ ജീവിതത്തെ വിശദീകരിക്കണമേ, ശക്തീകരിക്കണമേ, സമാധാനം നൽകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി എല്ലാ ദമ്പതിമാരിലേക്ക് ഒഴുകട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് എല്ലാ കുടുംബ ജീവിതത്തിലേക്കും ദാമ്പത്യ ജീവിതത്തിൻ്റെ വരണ്ട അവസ്ഥയിലേക്ക് ഒഴുകട്ടെ. വിശ്വസിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുകയും യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെല്ലാം നമുക്ക് ലഭിക്കും എന്ന് വിശ്വസിക്കുക. ദൈവമേ, ഞങ്ങൾ നന്ദി പറയുന്നു.
ഞങ്ങൾ ഈ പ്രാർത്ഥനകളിലൂടെ ലോകം മുഴുവനിലേക്കും അങ്ങയുടെ പ്രസാദപരം, അങ്ങയുടെ പരിശുദ്ധാത്മാവ്, അങ്ങയുടെ വചനം, അങ്ങയുടെ ജ്ഞാനം പ്രസരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓ ഈശോയെ, അങ്ങ് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്, നീ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാകുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന, ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അനേകായിരങ്ങളിലേക്ക്, കോടാനുകോടി ജനങ്ങളിലേക്ക് അങ്ങയുടെ ജ്ഞാനവും സ്നേഹവും പരിശുദ്ധാത്മാവിനെയും പ്രസരിപ്പിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ആ വിശ്വാസത്തോടെ നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായി ശിരസ്സ് നമിക്കാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ